പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിലേക്ക് പ്രതീകാത്മക ബോംബുമായി കോൺഗ്രസ് പ്രതിഷേധം. RSS നിയന്ത്രണത്തിലുള്ള മൂർത്താന്തര വേദവ്യാസ വിദ്യാപീഠം സ്കൂളിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. കൗൺസിൽ ഹാളിലേക്ക് പ്രതിഷേധക്കാർ പ്രവേശിച്ചതോടെ അടിയന്തര കൗൺസിൽ യോഗം അവസാനിപ്പിച്ചു. പ്രതീകാത്മക ബോംബുമായാണ് ഇന്ന് കോൺഗ്രസിന്റെ കൗൺസിലർമാർ എത്തിയത്. നേരത്തെ വടക്കുംതറ സ്കൂളിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഒരു വിദ്യാർത്ഥിക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ന് കൗൺസിൽ ഉടൻ തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. ഇപ്പൊ എന്തായാലും ഈ കൗൺസിലർമാർ ഉണ്ട്. ഇപ്പോ ഇങ്ങനെ ഒരു പ്രതീകാത്മക ബോംബ് നിർമ്മിച്ച് കൊണ്ടുവരാൻ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഭരണക്കാരുടെ അതേ മാനേജ്മെന്റിലുള്ള സ്കൂൾ ആയതുകൊണ്ടാണോ? അല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് പാലക്കാട് നഗരം ഭരിക്കുന്ന BJP ആണ്. കഴിഞ്ഞ 5 വർഷമായി ആ സ്കൂൾ പൂട്ടിക്കിടക്കാണ്. ആ 5 വർഷം സ്കൂൾ പൂട്ടിക്കിടക്കുമ്പോൾ സാധാരണ സ്കൂൾ തുറന്നിക്കുന്ന സമയത്ത് ആ സ്കൂളിന് ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പാലക്കാട് നഗരസഭയാണ്. അത് RSS നേതൃത്വത്തിലുള്ള ഒരു വ്യാസ വിദ്യാപീഠം പറഞ്ഞ ഒരു സ്ഥാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കിട്ടിയ 5 ബോംബിൽ ഒരു ബോംബാണ് ആ കുട്ടിന്റെ കയ്യിൽ നിന്ന് പരിക്കേൽപ്പിച്ചത്. ബാക്കി 4 ബോംബും കിട്ടിയത് ആ സ്കൂളിലെ കോമ്പൗണ്ടിനകത്താണ്. അപ്പൊ അത്തരത്തിൽ ഗൗരവമായിട്ടുള്ള സ്ഥാനത്തിൽ എല്ലാ വിഷയത്തിലും ചാടിക്കറി പറയുന്ന അഭിപ്രായം പറയുന്ന BJP നേതാക്കളും ഭരണസമിതി ചെയർമാനും ഉൾപ്പെടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ ആളുകൾ ഈ വിഷയത്തിൽ യാതൊരു പറയല്ല. ഇത് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഈ നഗരത്തെ കത്തിക്കാനുള്ള ബോംബാണ്. അതിനെതിരെയുള്ള സമരമാണ് ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കിയത്. ഇന്നിപ്പോ ഈ ഒരു അടിയന്തര കൗൺസിലായിരുന്നു. നിങ്ങളുടെ പ്രതിഷേധം എത്തിയതും അത് അവസാനിപ്പിക്കാനുള്ള കാരണം അവർക്ക് ഇതിന് മറുപടി പറയാനില്ല. അവർക്ക് ഈ വിഷയത്തിൽ ബോംബുമായി വിഷയത്തിൽ ഒരു മറുപടി പറയാനില്ല. അതിനെതിരായിക്കൊണ്ടാണ് ഈ MLA ഓഫീസും നിരന്തരമായിട്ടുള്ള ഈ ആരോപണങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മറുപടി ഇല്ല. വൈസ് പ്രസിഡന്റിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സംസ്ഥാന വൈസ് പ്രസിഡന്റായ അല്ല, മറുപടി പറയണം. ഭരണസമിതി എന്തുകൊണ്ടാണ് ഒളിച്ചോടി എന്നുള്ള ഒരു ചോദ്യത്തിന് ഈ BJP ഭരിക്കുന്ന നഗരസഭയിലെ പ്രധാന അവരുടെ ശക്തി കേന്ദ്രമാണ് വടക്കന്തറ എന്ന് പറയുന്നത്. വടക്കന്തറ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഈ 5 ബോംബ് കണ്ടെത്തിയത്. മാത്രമല്ല, ഇന്ന് സംസ്ഥാനത്തിന്റെ അവരുടെ വൈസ് പ്രസിഡന്റ് ഈ ഒരു പീഡനത്തിന് ഇരയായ സ്ത്രീ പരാതി സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ നഗരസഭയ്ക്ക് സാധിക്കാത്തതിന്റെ പേരിലാണ് ഇന്നത്തെ കൗൺസിൽ വേഗം പിരിച്ചുവിടാനും അതിന് മറുപടി പറയാൻ അവർക്ക് മുട്ടുകുത്തുമെന്നുള്ള ഒറ്റ ഒരു പേടി കൊണ്ടാണ് ഇന്നത്തെ മറ്റേ കൗൺസിൽ നടത്താതെ അവർ തിരിച്ചുപോയത്. അവർക്ക് ഉത്തരമില്ല. ഉത്തരമുണ്ടെങ്കിൽ അവർ ആണുങ്ങളെ പോലെ ഇത് പറയാനും അവരുടെ മടിയിൽ കിണമില്ലെങ്കിൽ ഇതിന് മറുപടി പറഞ്ഞ് ഈ കൗൺസിൽ നടത്താൻ അവർക്ക് സാധിക്കണം. ഈ ഭരണസമിതിക്ക് ഇതിന് രണ്ടും കഴിയില്ല. ഇത് അവർക്ക് തെറ്റാണെന്ന് ബോധ്യമുണ്ട്. ആ തെറ്റിന് മുമ്പിൽ തലകുനിച്ച് ഓടിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് കൗൺസിൽ നടക്കാതിരിക്കാൻ കാരണമായത്. തുടരും. എന്തായാലും ഇത് കള്ളി വെളിച്ചത്ത് കൊണ്ടുവരും. ഈ കള്ളൻ ആരാണെന്ന് അറിയണം. അല്ലാതെ MLA മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടുത്തെ വൈസ് ചെയർമാനായിരുന്ന സംസ്ഥാന BJPയുടെ വൈസ് പ്രസിഡന്റാണ് ഈ പീഡന കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തിനെതിരെ നടപടി വേണം. അത് നീക്കി പുറത്തു വരണം. അതിനാണ് ഇന്ന് കൗൺസിൽ വേഗം പിരിച്ചിട്ടിരിക്കുന്നത്. അല്ലാതെ ഈ ബോംബ് ഇതൊന്നുമല്ല. കൗൺസിൽ പിരിച്ചു വിട്ടത് അവർ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതുകൊണ്ടാണ് ഇന്ന് യോഗം വേഗം അവസാനിപ്പിച്ച്. എന്തായാലും ഞങ്ങൾ തുടരെ സമരമുണ്ടാവും. UDFന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിന് ഞങ്ങൾ വിട്ടുനിൽക്കില്ല. എല്ലാ ലേഡീസ് കൗൺസിലർമാരും എല്ലാം ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഇത് തുടർന്നുണ്ടാവുമെന്ന് അറിയിച്ചോളൂ. എന്തായാലും ഈ പാലക്കാട് നഗരസഭ യോഗം അടിയന്തര യോഗമായിരുന്നു. വളരെ പെട്ടെന്ന് അത് അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഈ ചെയർപേഴ്സൺ ചെയ്തിരിക്കുന്നത്.